മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം യോഹന്നാൻ അറിയിച്ച കർത്താവ് ശംശിയുടെ പരിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 3:19. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. ഈ അവസരത്തില് സെമിനാരിയിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ഇരുട്ടത്ത് നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തച്ചനെന്ന് ചോദിച്ചു, എന്താ ഇവിടെ ഇരുട്ടത്ത്? നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വന്നുകൂടെ? ഇരുട്ടത്ത് വല്ല അസ്വസ്ഥതയോ എന്തെങ്കിലുമൊക്കെ ശല്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ? വെളിച്ചത്തിൽ വർത്തമാനം പറയൂ എന്ന ഒരു തിരുത്തൽ എന്ന് ഓർക്കുകയാണ്. വെളിച്ചമാണ് നമുക്ക് ഏറ്റവും നല്ലത് എങ്കിലും പലപ്പോഴും നമ്മള് ഇരുളിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരു ആഹ്വാനമാണ് ഈശോ നടത്തുന്നത്. പലപ്പോഴും ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ അനുസ്മരിക്കുവാൻ, ആ ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ഈശോ പറയുന്നെങ്കിലും പലപ്പോഴും നമ്മൾ ഇരുളിനെ സ്നേഹിക്കുന്നവരായിട്ട് മാറുകയാണ്. അതുവഴിയായ ജീവിതം നാശമാവുകയാണ്. അതിനിടവരാതെ പ്രകാശത്തിന്റെ മക്കളായി തീരുവാൻ കഴിയട്ടെ എന്ന് ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതവും പ്രകാശം നിറഞ്ഞതായി മാറുവാൻ, പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.